ഹായ്, അസ്സലാമു അലൈക്കും. ഐ ആം സാദി ഇന്ത്യ. ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം സ്നേഹവീടിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ FB-യിലൂടെ കാണുന്നുണ്ടാവും. ഇന്ന് ഞങ്ങൾ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങളുടെ ചാരിറ്റി ചെയ്തത്. ആ ചാരിറ്റി ചെയ്യാൻ കാരണം ഫേസ്ബുക്കിലൂടെ കണ്ട ഒരു വീഡിയോ എന്നെ വല്ലാതെ സ്പർശിച്ചു. പ്രാദേശിക ചാനലായ വയനാട്ടിലെ മലനാട്, ആ ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഹവ്വ ഉമ്മ ഫാമിലിയെക്കുറിച്ച് ഞാൻ തിരക്കിയത്. പിന്നീട് കൂടുതൽ ആ ഫാമിലിയെക്കുറിച്ച് പഠിച്ചപ്പോഴേ അറിഞ്ഞത് വല്ലാത്ത കഷ്ടപ്പാടാണ് ആ ഫാമിലിക്ക്. 72 വയസ്സ് കഴിഞ്ഞിട്ടും സ്വന്തം മക്കളെ നോക്കാൻ ഇപ്പോഴും കൂലി വേല ചെയ്യുന്ന ആ ഉമ്മ. ഞാൻ ശരിക്കും എൻ്റെ ഉമ്മമാനെയാണ് മനസ്സിൽ കണ്ടത്. ലോകത്ത് നമ്മളറിയാതെ ഇതുപോലെ 1000 കണക്കിന് ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഒരു കൈത്താങ്ങാവലാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ പുതിയൊരു പദ്ധതി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 100 പുഷ്പങ്ങൾ രക്തദാനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തദാനം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങളുടെ രക്തം കൊടുത്ത് ആർക്കെങ്കിലും ഒരു ജീവൻ നേടാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ രക്തം മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയുടെ രക്തം വരെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഈ ഒരു വാർത്ത നിങ്ങളോട് അറിയിക്കുകയാണ് സന്തോഷപൂർവ്വം. അതേപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ നിങ്ങൾക്കും രക്തദാനത്തിലും അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും സ്നേഹവീട്ടിൽ നിങ്ങൾക്കും ഒരംഗമാകാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ ആഡ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ സ്നേഹവീടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. 0097155956703. ഇനിയും സ്നേഹവീട് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, സ്നേഹവീടിന്റെ നന്മകൾ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും വിളിക്കാൻ മറക്കണ്ട. ഈ നമ്പറിൽ വിളിച്ചാൽ സ്നേഹവീടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്നേഹവീടിന്റെ മക്കൾ പറഞ്ഞു തരും. എന്തായാലും സ്നേഹവീട് എന്ന ഉദ്ദേശം ഇന്നേക്കോ നാളേക്കോ അല്ല, വരും തലമുറക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. വരും തലമുറയിൽ ഇനി പട്ടിണി കൊണ്ട് കരയുന്ന ഒരു കുഞ്ഞു പോലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വരും തലമുറയിൽ സ്നേഹമില്ലായ്മ കൊണ്ട് ഒരാളും ഒരാളെയും കൊല്ലാൻ പാടില്ല. ഇതൊക്കെയാണ് സ്നേഹവീട് മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശ്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സഹകരണവും സ്നേഹവീടിന് അത്യാവശ്യമാണ്. എന്നെ പോലെ ചിന്തിക്കുന്ന 100 വ്യക്തികളാണ് സ്നേഹവീടിന്റെ അടിത്തറ. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് സ്നേഹവീടിന്. നന്മ നിറഞ്ഞ ഒരു നല്ല നാളേക്കായി സ്നേഹവീടിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങളെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം, സാദി ഇന്ത്യ.